അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഈ ലാസ്റ്റ് ഞാൻ കേട്ടൊരു ന്യൂസാണ്, ഒരു സ്ത്രീ തൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ന്യൂസിൽ കേട്ടതല്ല, ഒരു വിവരമുള്ള ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാൾ റിയാക്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇന്നത്തെ സ്ത്രീകൾക്ക് ഒന്നും തന്നെ സഹിക്കാനുള്ള കെൽപ്പില്ല. അവർ ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് സൂയിസൈഡ് ചെയ്യുന്നു, അതുകൊണ്ട് മക്കളെ കൂട്ടി ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു രീതിയിലൊരു പരാമർശമൊക്കെ ഞാൻ കേട്ടു. അത് ഒരാൾ പറഞ്ഞതല്ല കേട്ടത്, ഒരുപാട് പേര് പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പോൾ അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ കുറച്ച് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ആളുടെ വീഡിയോസൊക്കെ ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. ഇനി കാണില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, മേ ബി അത് ആളുടെ ഒപ്പീനിയൻ പറഞ്ഞതായിരിക്കും, പക്ഷെ ഇനി ഇൻഷാ അല്ലാഹ് കാണും. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, ഒന്ന് തിരുത്തേണ്ടുന്ന കാര്യമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ചിന്ത എത്ര ആൾക്കാരുടെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയില്ല. ആ ഒരു ചിന്ത ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തേണ്ടതാണ് കേട്ടോ. കാരണം സ്ത്രീകൾ സൂയിസൈഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് അഹങ്കാരം മൂത്തിട്ട് ഒരിക്കലും പോയിട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുക എന്നുള്ളൊരു കാര്യമല്ല. നിങ്ങൾ അറിയാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇന്ന് കാലത്ത് പലരും പല രീതിയിൽ, ഞാൻ അടക്കമുള്ള പല ആളുകൾ പല രീതിയിൽ വന്ന് നമ്മുടെ സമൂഹത്തിലോട്ട് എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവമാണ് സ്ത്രീകളിലുള്ള ഡിപ്രഷൻ്റെ കാര്യം, അതേപോലെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ കാര്യമൊക്കെ. ഇത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ടും എന്താ പറയുക, ഇത്തരം സൂയിസൈഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ പറയാണ് അത് സ്ത്രീകളുടെ അഹങ്കാരം കൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഒക്കെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾ സമൂഹത്തിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യുന്നവരല്ല. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, നമുക്കത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സ്ത്രീകളുടെ അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്ത് തരാം. പക്ഷേ നേരെ മറിച്ച് സ്വന്തമായിട്ട് ജീവൻ കൊടുക്കുന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ കൂട്ടി ജീവൻ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീ പല അവസ്ഥയിലൂടെ ഒരാളുടെ ഹെൽപ്പിന് വേണ്ടി പലപ്പോഴും പോയിട്ടുണ്ടാവും. അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അവർക്ക്, അല്ലെങ്കിൽ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ നിസ്സഹായത അവസ്ഥ. ആ സമയത്ത് അവർക്ക് ഇനിയിപ്പോൾ വീട്ടുകാരോട് എന്തെങ്കിലും പ്രതികാരം ഉണ്ടെങ്കിൽ, ഭർത്താവിനോട് എന്തെങ്കിലും ഒരു പ്രതികാരം ഉണ്ടെങ്കിൽ, സ്വന്തം വീട്ടിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തുക്കളെങ്കിലും ഒരു കൈ പിടിച്ചു കൊടുത്തിട്ട് ഓക്കെ നമുക്ക് ഫേസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പൊരുതേ ഉള്ളൂ. അല്ലാണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കില്ല. ആൾ ഡിപ്രഷൻ്റെ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് കൊടുക്കണം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരാൾക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊന്നും ഒരാൾക്കും അറിയില്ല. ഈ ഇടയ്ക്ക് താത്താൻ്റെ കുട്ടി വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ തൊട്ടപ്പുറത്തുള്ള കുട്ടി സ്ത്രീ, അവൾക്ക് ഭ്രാന്താണ്, സ്വന്തം കുഞ്ഞിൻ്റെ മുഖത്ത് തലയണ വെച്ച് അവൾ അമർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭ്രാന്തല്ല, അത് ഡിപ്രഷനാണ്. ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെ ചെയ്തു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. കാരണം ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞു മാത്രമുള്ളൂ. ആ കുട്ടിയുടെ ഡെലിവറി നോക്കാൻ പോലും അവിടെ ആരുമില്ല. ഈ ഭർത്താവിൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമാണ് ഈ പ്രസവിച്ചിറക്കുന്ന കുഞ്ഞിനെയും നോക്കണം, അവളിനെയും നോക്കണം, അതുപോലെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഭർത്താവിൻ്റെ സപ്പോർട്ട് എന്തെങ്കിലും കിട്ടിയാലായി, അത്രയേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ വരുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാവും, ഒറ്റപ്പെടലുകൾ ഉണ്ടാവും. ഇതൊക്കെ ഡിപ്രഷനായി മാറാറുണ്ട്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗർഭിണികളാണെങ്കിൽ നിർബന്ധമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ആഫ്റ്റർ ഡെലിവറി നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ശരീരം വീക്കായിട്ട് തോന്നും, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒരു ഒഴിഞ്ഞ ഒരു എന്താ പറയുക, ഒരു കുഴൽ പോലെയാണ് ഞാനെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ എത്ര നന്നായിട്ട് നോക്കിയാലും നിങ്ങൾക്ക് അവർ നിങ്ങളെ നോക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. എനിക്ക് ഈ ഒരു കെയർ കിട്ടിയാൽ പോരാ, ഇനിയും കെയർ കിട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തുകൂടെ, ഈ കുഞ്ഞിനെ എടുത്തുകൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങളുടെ എമോഷൻ അത് എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരാളും നിങ്ങളുടെ ഈ എമോഷൻസ് ഒന്നും കേൾക്കാൻ ആളില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ വർക്കറെ വിളിച്ചിട്ടെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ പറയാതെ, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഒരു ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒന്ന് ഡിപ്രഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾ എടുത്തു തരണം എന്ന് നിങ്ങൾ സോഷ്യൽ വർക്കറെ വിളിച്ചിട്ടെങ്കിലും പറയാം. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഹെൽപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് ഹെൽപ്പ് തേടുക. അതിലൊരിക്കലും ഒരു മോശം നിങ്ങൾ വിചാരിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം ഈ വക എമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോർമലി സാധാരണ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്റ്റേജാണ്. കാരണം നിങ്ങളുടെ ശരീരം മൊത്തത്തിൽ മാറി ആൻഡ് നിങ്ങളുടെ മനസ്സ് മൊത്തത്തിൽ മാറി പുതിയൊരാൾ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാതിയായിട്ട് വരികയാണ്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മോനെ ഞാൻ കൊണ്ടുവന്നത്, നമ്മൾ ഈ സിസേറിയൻ ആയത് കാരണം കൊണ്ട് നടക്കാൻ പറയും നമ്മുടെ അടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ നടന്നു തൊട്ടപ്പുറത്തെ ഒരു റൂമിൽ പോയി. ആ ഒരു റൂമിൽ പോയ സമയത്ത് ഒരു കുഞ്ഞുവാവനെ കണ്ടു. അപ്പോൾ ആ ഒരു കുഞ്ഞുവാവനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മോന് ഫീഡ് ചെയ്തിട്ട് മോനെ ഞാൻ അവിടെ എൻ്റെ ഉമ്മയുടെ പാരൻറ്റിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് പോയപ്പോൾ ആ ഒരു കുഞ്ഞ് ഭയങ്കര ക്യൂട്ട് ബേബി. അപ്പോൾ ഞാൻ അതിലിങ്ങനെ തട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് നമ്മൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് വന്നത്.
അപ്പം ഞാൻ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോയിക്കാണല്ലോ. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ, അതായത് തിരിച്ച് ഇതേപോലെ പയ്യെ പയ്യെ നടന്ന് വന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ എനിക്ക് താഴെ പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നേരം നീ കുഞ്ഞുള്ളത് പോലും ഓർക്കാണ്ട് നടന്നിട്ട് പോയിക്കല്ലായിരുന്നു, അപ്പുറത്ത് പോയിട്ട് ആ കുട്ടീനെ അല്ലേ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഒറ്റത്തടിയാണ്, പറന്ന് നടക്കുകയാണെന്നാണ് നിൻ്റെ വിചാരം, ഇനിയും പക്വതയൊന്നും നിനക്ക് വന്നിട്ടില്ല, സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടാണോ പോവാന്ന് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ ആളുകൾ പറയുന്ന വളരെ മൈൽഡായിട്ടുള്ള, കാരണം എൻ്റെ മോനിപ്പോൾ 11 വയസ്സായി, ഈ കാലമായിട്ടും എൻ്റെ ഉള്ളിൽ നിന്ന് അത് പോയിട്ടില്ല. കാരണം എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് എനിക്ക് കുഞ്ഞിൻ്റെ പേരിൽ ആദ്യം കേട്ട പഴി അതാണ്. ഞാൻ കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ ഞാൻ അപ്പുറത്ത് പോയി. ഞാൻ എൻ്റെ മോനെ ഫീഡ് ചെയ്ത് അവനെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ നടക്കാൻ വേണ്ടി പോയത്. പക്ഷെ എനിക്ക് വന്ന ആളുകൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു. അപ്പോൾ ഇവരിത് പറഞ്ഞ് അവരവർ പാട് നോക്കി പോയി. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ആ സാധനം ഈ 11 വർഷമായിട്ടും പോയിട്ടില്ല. അത് അതേപോലെ കടന്നു. അതായത് അവർക്ക് ഞാൻ ക്ഷമിച്ചു കൊടുത്തില്ല എന്നല്ല കേട്ടോ, ക്ഷമിച്ചു കൊടുത്തു. പക്ഷെ ഏൽപ്പിക്കുന്ന മുറിവുകൾ ആ ഒരു അവസരത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കുട്ടി കറുത്തിട്ടാണ്, അതേപോലെ കുട്ടി ചന്തല്ല, കുട്ടി മെലിഞ്ഞിട്ടാണ്, കുട്ടി വെളുത്തിട്ടാണ്, അതേപോലെ പെൺകുട്ടിയാണ്, ആൺകുട്ടിയാണ്, ഈ ഒരു അന്തം കുന്തമില്ലാത്ത ടോക്കുകൾ ഒരുപാട് വരും. അതേപോലെ നിനക്കെന്താ പാലില്ലേ, അയ്യോ പാലില്ലെങ്കിൽ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവില്ല, തൂക്കം കുറവാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും, അസുഖങ്ങൾ ഉണ്ടാവും, കുട്ടി എന്താ കോൺഗ്രങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ കുറേ ചൊറ പിടിച്ച ക്വസ്റ്റ്യൻസ് കുട്ടീനെ കാണാൻ വരുന്ന ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഇറങ്ങി പൊക്കോളാൻ പറയാം. സീരിയസ്ലി എൻ്റെ മേക്കുട്ടി വെയിറ്റ് കുറവായിരുന്നു. ഒരു 10 ദിവസത്തോളമൊക്കെ ഞങ്ങൾ അവളെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷമാണ് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് അത്യാവശ്യമുള്ള ബന്ധുക്കളെ കാണിച്ചു കൊടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ എൻ്റെ കുട്ടിനെ കാണാൻ വരണ്ട, കുട്ടിനെ കാണിച്ചു കൊടുക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സത്യമായിട്ടും, കാരണം എൻ്റെ കുഞ്ഞ് വളരെ ചെറുതായിരുന്നു. ഈ ആൾക്കാർ കാണുന്ന സമയത്ത് എൻ്റെ കുട്ടിനെ വന്നിട്ട് ആവോ അയ്യോ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ദേഷ്യം വരും. അവളെ കൊണ്ട് പ്രസവം കഴിഞ്ഞ് ഞാനിവിടെ വന്ന സമയത്ത് എന്നെ നോക്കാനും എനിക്ക് ഒരു പരിധിവരെ ഞാൻ നോക്കണം, എൻ്റെ മേക്കുട്ടീനെ ഞാൻ നോക്കണം, സപ്പോർട്ടിന് എൻ്റെ ഉമ്മയുണ്ട്. പക്ഷെ എൻ്റെ ഉമ്മാക്കും എത്തി വരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും തന്നെ ഉമ്മക്ക് അയ്യോ എന്നായിരുന്നു. കാരണം 10 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഉമ്മ കൊണ്ട് വരുമ്പോഴേക്കും ഉമ്മനെയും കൊണ്ട് കൂട്ടിയേക്കൂല. അപ്പോൾ വലിയ ഹെവി വർക്കൊക്കെ ഉമ്മ ചെയ്യും, ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്യും. കിടക്കാനേ ഒഴിവിട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ആളുകളുടെ കുത്തുവാക്കും കൂടെ താങ്ങാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കൂട്ടിയേക്കൂടുന്ന പണിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെ ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫാമിലിയിലുള്ളവർക്ക് കുട്ടികളെ കാണിച്ചു കൊടുത്തു, എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു, കഴിഞ്ഞു. അല്ലാണ്ട് വേറെ ഒരാൾക്കും ഞാൻ കുഞ്ഞിനെ കാണാനുള്ളൊരു അവസരം കൊടുത്തിട്ടില്ല. അവൾ അത്യാവശ്യം നോർമൽ വെയിറ്റ് ആവുന്നത് വരെ കൊടുത്തിട്ടില്ല. നോർമൽ വെയിറ്റ് ആയ ശേഷമാണ് കാണിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് കുഞ്ഞ് വെയിറ്റിൽ അണ്ടർ വെയിറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഫ്റ്റർ ഡെലിവറി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഈ കച്ചറ പറയുന്ന ആളുകളെയൊന്നും നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഈ പറയുന്ന ബന്ധങ്ങളുടെ മുഖക്കറുപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം പിന്നീട് ചെയ്തു കൊടുത്താൽ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ മനസ്സിൽ ഏൽപ്പിച്ച് തരുന്ന മുറിവുകൾ നമുക്ക് വർഷങ്ങളോളം നിൽക്കും. പ്രസവം കഴിഞ്ഞ് ഒരു 2 വർഷം വരെയൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു സാധനമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഫീഡ് ചെയ്യുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോൺസ് മാറിയിട്ട് മറിഞ്ഞിട്ടും ഒക്കെ ഇരിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങൾ കരയും, രാത്രി ഉറക്കം പോകും. പ്രഗ്നൻസി മുതൽക്ക് ഉറക്കം പോണ സമയമാണെങ്കിൽ എല്ലാവരും നമ്മളോട് കോമൺ ആയിട്ട് പറയുന്ന ഒരു സാധനം എന്താ, എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. ഞാനൊരു 4 പ്രസവിച്ചതല്ലേ, എനിക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനേക്കാളും വേദന ഉണ്ടായിരുന്നു, അവർ 2 പ്രസവിച്ചതല്ലേ. അല്ലെങ്കിൽ ഇവരിങ്ങനെ ഞാൻ അണ്ടർ വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ആൾ അണ്ടർ വെയിറ്റ് ആയിരുന്നു, നീ ഇതൊന്നും അത്ര പ്രശ്നമാക്കണ്ട, അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ തൂക്കിയെടുത്തൊന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോന്ന് തോന്നി പറയാൻ തോന്നിട്ട് എനിക്ക്. ഞാൻ തല്ലാനല്ല പറഞ്ഞത്, പക്ഷെ എന്നാലും ആ ഒരു ഫീൽ എനിക്ക് തോന്നും, ഒന്നെടുത്ത് പൊട്ടിച്ചാലോ തോന്നും. കാരണം എല്ലാവരുടെ ബോഡിയും ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് ഉണ്ടാവുന്ന പെയിൻ അതേ അളവിലല്ല വേറൊരാൾക്ക് ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂളായിട്ട് ചില്ലായിട്ട് പോയിട്ട് ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ട് വരൂലേ. എല്ലാവർക്കും ഇൻഡിവിജ്വൽ കെയർ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഈ പ്രഗ്നൻസിയിൽ നിൽക്കുന്ന എല്ലാവരും. അവരുടെ എമോഷൻ എന്ന് പറയുന്നത് കയറിയിട്ടും കുറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഇരിക്കും. എന്നാൽ അതേസമയം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്ന ഒരു ജനറേഷൻ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ എല്ലാവരും വില്ലിങ് ആവുക. കാരണം കമ്പയർ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ പ്രസവം, അതേപോലെ ആ സ്ത്രീയുടെ ആഫ്റ്റർ ഡെലിവറി കെയർ കാര്യങ്ങളൊക്കെ യൂട്യൂബിനകത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു കുന്തവും കിട്ടുന്നില്ല. ഞാനും പ്രസവിച്ചതല്ലേ ഓൻ്റെ ഒരു കുട്ടീനെ, എൻ്റെ കുഞ്ഞല്ലേ എൻ്റെ കയ്യിലിരിക്കുന്നത്. ആ യൂട്യൂബിൽ കാണുന്ന ചെങ്ങായി അവളുടെ ഭാര്യനെ എത്ര അടിപൊളിയായിട്ടാണ് നോക്കുന്നത്, ഇവനൊരു പോങ്ങൻ കെട്ടിയവൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ മൈൻഡിൽ തോന്നുന്നുണ്ടാവുക. ആ സമയത്ത് അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നി എന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ കുട്ടി നല്ല അന്തസ്സായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. എന്താ പറയുക, എൻ്റെ മേക്കുട്ടിയുടെ ഡെലിവറിക്കൊക്കെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ അത്രയേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്കാണ് കുറേ കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ കാര്യം, എൻ്റെ വീട്ടിലത്തെ കാര്യം ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്നെ ഒരു ഡിപ്രഷനിലോട്ട്, എൻ്റെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ അനുഭവിച്ച സ്ട്രഗിളിൻ്റെ
100-1 എനിക്ക് മിയാൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സപ്പോർട്ട് അവർക്ക് നിർബന്ധമാണ്. അവർ പ്രഗ്നൻസി ടൈമിലും ഡെലിവറി ടൈമിലും ആഫ്റ്റർ ഡെലിവറി ടൈമിലും അവർക്ക് ആ ഒരു സപ്പോർട്ട് നിർബന്ധമായിട്ട് വേണ്ടതാണ്. ഒരാൾ ഇതൊന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ട് എല്ലാവരും അതേപോലെ ആയിക്കൊള്ളണമെന്നില്ല. പണ്ടുള്ള അമ്മമ്മമാർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആ കാലത്തുള്ള അമ്മായിയമ്മമാർ പറയണതാണ്, ഞാൻ 4 പ്രസവിച്ചത് നെല്ല് കുത്തിയിട്ട് വന്നിട്ട് കടന്നിട്ടാണ് ഞാൻ ഈ 4 പേരെ പ്രസവിച്ചത്. അവർക്കതിന് പറ്റും. അന്ന് വെച്ചാൽ എല്ലാവരും നെല്ല് കുത്തിയിട്ട് വന്നിട്ട് പ്രസവിക്കണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സ്ട്രഗിൾ ചെയ്ത് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എത്തുമ്പോൾ അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ്റെ തോതുകൊണ്ട്, അത് അവരുടെ മനസ്സിലുള്ള ഒരു അസുഖമാണ് ഡിപ്രഷൻ. ആ അസുഖം മൂർധാവിക്കുമ്പോൾ ചെയ്തു പോകുന്നതാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ. എല്ലാം എന്നല്ല, ചിലതെങ്കിലും. അപ്പം നിങ്ങൾ അടച്ചാക്ഷേപിച്ച് സ്ത്രീകൾക്ക് ഇതൊന്നും താങ്ങാനുള്ള കഴിവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, സ്ത്രീകൾ നിങ്ങളെ കൊണ്ട് അവരുടെ കഴിവിൻ്റെ, അതായത് നിങ്ങൾക്ക് പടച്ചോൻ തരാത്ത ഒരു കാര്യം അവരവരുടെ ശരീരം, അവരുടെ മനസ്സ്, അവർക്ക് പടച്ചോൻ കൊടുത്തിട്ടുള്ള എല്ലാ ആരോഗ്യവും അവർ ത്യജിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ അവർ പ്രസവിച്ചിരുന്നത്. 9 മാസം വയറിനകത്ത് 10-15 കിലോ വെയിറ്റാണ് ഇവർ ഈ കൊണ്ടുനടക്കുന്നത്. പ്രഗ്നൻസി മുതൽ ഛർദി, ബ്ലഡ് വൊമിറ്റിയൽ, അതേപോലെ ക്ഷീണം, കുഴച്ചിൽ, തലചുറ്റൽ പറഞ്ഞ പോലെ ആ ഒരു പ്രഗ്നൻസി ഡേറ്റ് തെറ്റിയത് മുതൽ പ്രസവം വരെ അവർ അനുഭവിച്ച് മരണവേദനയും സഹിച്ച് പ്രസവം കഴിഞ്ഞ്, അതേപോലെ സിസേറിയൻ കഴിഞ്ഞ പെണ്ണുങ്ങളെ വന്നിട്ടുള്ള കുത്തുവാക്ക് പിടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു. അങ്ങനത്തെ സാധനങ്ങളൊന്നും അടുപ്പിക്കരുത്. നിങ്ങൾ കയറി വരുന്ന സമയത്ത് ഒന്നും അറിയാണ്ട് പ്രസവിച്ചില്ല, പിടിച്ച് നടുവയറൊന്ന് കീറിയിട്ട് നോക്കണം. അപ്പം അറിയും ഒന്നും അറിയാണ്ട് പ്രസവിച്ചതാണോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു മാതിരി എനിക്കിങ്ങനെ എന്താ പറയുക, ഇതേ സാധനം ഞാൻ 3-4-5 പ്രാവശ്യമായി കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പം 2 തവണ കൗൺസിലിംഗിൽ വിളിച്ച് പിള്ളേരും അതാ പറഞ്ഞത്, പക്ഷേ ആത്മഹത്യ ചെയ്യാൻ പേടികൊണ്ട് മാത്രം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്തൊരു കഷ്ടമാണോ. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും കൂടത്തരാണ് കേട്ടോ. എന്തിനാണ് നിങ്ങൾ 2 പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിടുക്ക്. നിങ്ങൾ എന്താ പറയുക, ഈ പുട്ടും കുറ്റിക്കകത്തുനിന്ന് പുട്ട് തള്ളിയിടുന്ന സുഖമായിട്ട് അത്രമാത്രം സുഖമായിട്ടാണ് നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിടുക്ക്. നിങ്ങളുടെ അത്ര മിടുക്കില്ലാത്ത ആൾക്കാരെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും. കുറ്റം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നും ശരിയായിട്ടുള്ള പണിയല്ല കേട്ടോ. കാരണം സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരടുത്ത് എന്തൊക്കെയോ അവരെന്തോ ഒരു തെറ്റ് ചെയ്ത പോലെ പോയിട്ട് അവരോട് സംസാരിക്കുക. അവർക്ക് സുഖപ്രസവം പ്രസവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അമ്മയുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടോ കണക്കാക്കിയിട്ടായിരിക്കും സിസേറിയൻ ചെയ്യുന്നുണ്ടാവുക. എൻ്റെ മേക്കുട്ടിയുടെ പ്രസവം കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ 7 വർഷമായി. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ കുളിക്കുമ്പോഴും കൂടെ എൻ്റെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒരു എന്താ പറയുക, സ്റ്റിച്ച് നൂല് ഇങ്ങോട്ട് പോകുന്നു, പുറത്തേക്ക് നൂല് പോലത്തെ ഒരു സാധനം ഇങ്ങോട്ട് പോകുന്നു. അത് എനിക്ക് പെയിൻഫുള്ളാണ്. ഓരോ പീരിയഡ് ടൈമിലും എൻ്റെ സ്റ്റിച്ച് പെയിൻ വരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഇതിങ്ങനെ മറ്റുള്ള ഭയങ്കര ചില്ലായിട്ട് വന്നിട്ട് ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് വളരെ സിമ്പിളാണ്, അഹങ്കാരം കൊണ്ട് പെണ്ണ് ആത്മഹത്യ ചെയ്തു, സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഒരു മനുഷ്യനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. എമോഷണലി ഭയങ്കര വീക്കായിട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത്. കാരണം 2 പിള്ളേരായി കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. എന്നിട്ട് ഇതുപോലെ പറയാം. അപ്പുറത്തുള്ള ആൾക്കാർക്ക് പോയിട്ട് പറയാം അവൾക്ക് അഹങ്കാരമാണ്, കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ പറയുമ്പോൾ പോലും പറ്റുന്നില്ല. അമ്മായിയമ്മയുടെ കാര്യം നോക്കണം. നാത്തുമാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ അപ്പിട്ടത് കഴുകി കൊടുക്കുവരെ ഈ ബാക്കിയുള്ളവർ ചെയ്തു കൊടുക്കണം. ഇതിനെയും പുറമെ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് എത്തുന്നുണ്ടാവില്ല. പാവങ്ങളല്ലേ. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ എന്താ കുഴപ്പം? അമ്മായിയമ്മമാർക്ക് ആരോഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് നോക്കുക. മൂത്ത കുട്ടിയുടെ കുഞ്ഞ് എന്തോ ഒരു നിധി, 2ാമത്തെ കുട്ടിയുടെ കുഞ്ഞ് ഭയങ്കര വീക്ക്, അല്ലെങ്കിൽ 3ാമത്തെ മരുമോളുടെ കുഞ്ഞ് പൊട്ട, ആ ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ. പെങ്ങന്മാരാണെങ്കിലും ചെയ്യുന്നതാണ് കേട്ടോ. അവരുടെ കുട്ടി എന്തോ നിധി, മറ്റുള്ള ഒരാളുടെ കുട്ടി വേറെ എന്തോ ഇത്, ആ മൂത്ത ആളുടെ കുട്ടിക്ക് ഇത്ര പ്രത്യേകത, 2ാമത്തെ ആളുടെ കുട്ടിക്ക് ഇത്ര. കുട്ടികളുടെ ഇടയിലൊക്കെ കമ്പയർ ചെയ്യുക ഭയങ്കര ചീപ്പ് പരിപാടിയാണ് അത് കേട്ടോ. ഒന്ന് മാറ്റി പിടിക്കുക. നമ്മൾ ജനറേഷനൊക്കെ മാറി, കുറച്ചൊക്കെ ആൾക്കാരുടെ ആൾത്താമസമൊക്കെ തുടങ്ങി എന്നുള്ളൊരു ഫീല് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാ വെറുതെ ഇളയച്ചി മൂത്തച്ചികളുടെ മക്കളുടെ ഇടയിൽ താരതമ്യം? വലിയ ആൾക്കാരത്തൊക്കെ ഓക്കെ, അവരെ സ്വഭാവം വെച്ച് താരതമ്യം ചെയ്യുക. ഈ മക്കളുടെ അടുത്തൊക്കെ പോയിട്ട് അവരെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ താരതമ്യം ചെയ്യുക. നിന്റെ കുട്ടിക്ക് ഭയങ്കര വാശിയാണ്, ഒരു കുട്ടി കുറച്ച് ഹൈപ്പർ ആക്റ്റീവ്, ഇത്തിരി ഹൈപ്പർ ആക്റ്റീവാണ്, അതിന് പോയിട്ട് മറ്റേ കുട്ടി ഭയങ്കര പാവാണ്, ഇവൻ ഭയങ്കര ബോക്കിയാണ്, ഇവൻ വലുതാവുമ്പോൾ അങ്ങനെ ആവും ഇങ്ങനെ ആവും, ആ കുട്ടി വലുതാവുമ്പോൾ ടെററിസ്റ്റ് ആവുമോ ഇല്ല എന്നുള്ളത് ഇവരാണോ തീരുമാനിക്കുക? ഭയങ്കര ചീപ്പായിട്ടുള്ള കമ്പാരിസൺ. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം ഈ ഒരു വയസ്സ് ഉള്ള കുഞ്ഞിൻ്റെ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അവരുടെ പോയിട്ട് വീണ്ടും എമോഷണലി കുത്തി നോവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിതയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊയ്യും. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ. അപ്പോൾ വിതയ്ക്കുന്നത് എന്താണെന്ന് സൂക്ഷിച്ച് വിതയ്ക്കുക. മറ്റൊരാളുടെ ജീവിതവും മനസ്സും ഒക്കെ ഇങ്ങനെ എന്താ പറയുക, ചില്ലുടയ്ക്കുന്ന പോലെ 10,000 പീസാക്കി ഉടച്ചിട്ട് അതിലൊരു ആനന്ദം കണ്ടെത്താതിരിക്കുക. ഇത്രയൊക്കെ എനിക്കിത് പറയണമെന്ന് തോന്നിയിട്ടോ. കാരണം ആ ഒരു വീഡിയോയും കണ്ട് എൻ്റെ 2 കൗൺസിലിംഗ് കൂടെ കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ കിളി പറഞ്ഞു. എനിക്കിത് പറഞ്ഞു തരണമെന്ന് നിർബന്ധമായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഇൻഫാക്റ്റ് ആ 2 കുട്ടികൾക്കും പാടുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ഈ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ പറ്റുമെങ്കിൽ പ്ലേ ചെയ്തോട്ടോ. കാരണം അവർ 2 പേരും ആരും അറിയാണ്ടാണ് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്താൽ നിങ്ങൾ ആരാണെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്ലേ ചെയ്തോ. നിങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും പാടുള്ള
അഡ്വൈസാണ്, നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ പോയിട്ട് ഉപദ്രവിക്കാതിരിക്കുക. ഇനി ആത്മഹത്യ, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊന്നും ആത്മഹത്യയില്ല, ഇൻഫാക്റ്റ് നിങ്ങൾ അവരെ കൊല്ലുകയാണ്, കൊലപാതകമാണ്. പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം തന്നെ മൂടി വെപ്പിച്ച് അല്ലെങ്കിൽ ജീവിക്കണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ച് അവരുടെ എല്ലാ പ്രശ്നങ്ങളും തനിയെ ഫേസ് ചെയ്യിപ്പിച്ച് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ അമ്മമാരെ അല്ലെങ്കിൽ ഉമ്മമാരെ അല്ലെങ്കിൽ ഫാമിലി മൊത്തത്തിൽ നിങ്ങളും നിങ്ങളുടെ മക്കളെ കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുത്തതാണ്. അവർക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് അറിയണമെങ്കിൽ ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് പേരൻസ് ആണ്? കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആവണം. ഒന്നുമില്ലെങ്കിൽ ഞാനില്ലേ കുഞ്ഞെ, ഇങ്ങോട്ട് പോരെ, കുറച്ച് ദിവസം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തോ എന്ന് പറയണം. അതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്ത് പിണങ്ങണമെങ്കിൽ പിണങ്ങണം. ഭർത്താവിൻ്റെ അടുത്ത് മാറി നിൽക്കുക. ഭർത്താവിന് നോക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഭർത്താവിനെ അവളെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ? അവരുടെ എമോഷണലി ഫിസിക്കലി ഒക്കെ വീക്കായിട്ട് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വീട്ടിലുള്ള മുഴുവൻ പണി ചെയ്യണം. അമ്മായിയമ്മയുടെ കാര്യം നോക്കണം, അമ്മൂസാങ്ങയുടെ കാര്യം നോക്കണം, നാത്തുമാരുടെ കാര്യം നോക്കണം. ഇതൊന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പടച്ചോൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവർക്ക് ചെയ്യുന്ന സർവീസ് വെറും ഔദാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ അവരുടെ എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന മരുമക്കൾ മാത്രം വലിയ മാണിക്കക്കല്ല്, ഇതൊക്കെ ചെയ്യാത്ത മരുമക്കൾ മാത്രം അല്ലെങ്കിൽ ചെയ്തെത്താത്ത മരുമക്കൾ മാത്രം പൊട്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരായി അവരെ പടച്ചോനെ നേരെ പടച്ചോനേക്ക് വിട്ടുകൊടുത്തോ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങളുടെ വെറും എന്താ പറയുക, സേവനം, സർവീസ് അങ്ങനെ കരുതിയാൽ മതി. അത് മാത്രം ചെയ്തു കൊടുത്താൽ മതി. അല്ലാണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാതെ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നോക്കാണ്ട്, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് നോക്കാണ്ട്, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാതെ, നിങ്ങളുടെ ഫാമിലി സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ നിൽക്കാതെ പണി പണിതിട്ട് വീണ്ടും കുത്തുവാക്ക് വാങ്ങി നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മണ്ടികളാണെന്നേ പറയുള്ളൂ. തലയൊക്കെ ഒന്ന് തുറന്ന് ചിന്തിക്കുക. ഈ ലോകം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഡിപ്രഷൻ്റെ തോതൊക്കെ മെല്ലെ കുറഞ്ഞു വരും. നിങ്ങളൊന്ന് പോസിറ്റീവായിട്ടിരിക്കുക, പടച്ചോനെ വിചാരിച്ച് പടച്ചോനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ തോതൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് നല്ലൊരു ജീവിതമുണ്ട്. നിങ്ങൾ ഇത്രയും സഹിച്ച് വളർത്തിക്കൊണ്ടിരുന്ന ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയം വരാനുണ്ട്. ആ ഒരു സമയം വരേക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. പ്ലീസ് ദയവ് ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ പറയുമ്പോൾ ജീവിക്കണോ വേണ്ടേന്ന് ആലോചിക്കുകയാണ്. ജീവിക്കണോ വേണ്ടേ, എനിക്ക് വരുന്ന കോൾസിൽ മെസ്സേജസ് ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന ഒരു വാക്കാണ് ഞാൻ ജീവിക്കണോ വേണ്ടേന്നാണ് ആലോചിക്കുന്നത് എന്നുള്ളത്. അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമേ അല്ല. പടച്ചോ നിങ്ങളുടെ പടച്ച ദുനിയാവിലൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ പടച്ചോനാണ് തീരുമാനിക്കുക നിങ്ങൾ ജീവിക്കണോ വേണ്ടേന്നുള്ളത്. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമില്ല. അപ്പോൾ ഫേസ് ഇറ്റ്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ഫേസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.